സംഘപരിവാർ സംഘടനയായി ഇ ഡി മാറിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം ഇ ഡി അട്ടിമറിച്ചത് അതിന് തെളിവാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇ ഡിയെ BJP ഉപയോഗിക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിജയരാഘവൻ. പണം കൈമാറ്റം ചെയ്തു എന്നുള്ളത് വ്യക്തം, വഴിയിൽ തട്ടിക്കൊണ്ടുപോയതും വ്യക്തം. BJP-കാരൊക്കെ ഓടി നടക്കുകയാണ്, ഇത് ഒതുക്കാൻ നടക്കുകയാണ്. 34 സംഘപരിവാർ സംഘടനകളിൽ 35-ാമതായിട്ട് ഇ ഡി മാറുന്നു എന്ന് സാധാരണ ജനം വിശ്വസിച്ചാൽ ആർക്കും പിന്നെ അതിൽ സംശയം ഉണ്ടാവില്ല. കേരള പോലീസ് അന്വേഷിച്ചിട്ട് കൊണ്ടുവന്ന തെളിവുകൾ നോക്കൂ. 2021 മാർച്ച് മാസം 5-ാം തീയതി മുതൽ 2021 ഏപ്രിൽ മാസം 5-ാം തീയതി വരെ ഈ സംസ്ഥാനത്തെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ BJP ഓഫീസുകളിൽ കൊണ്ടുപോയി കൊടുത്ത പണത്തിന്റെ അളവ്, തൂക്കം, കൊടുത്ത ആള്, വാങ്ങിയ ആള് മുഴുവൻ രേഖയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് ചേർന്നുണ്ട്. അർച്ചന, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ഇ ഡി വേട്ടയാടുകയും BJP നേതാക്കൾ കേസിൽപ്പെട്ടാൽ വെള്ളപൂശുകയും ചെയ്യുന്ന ഇ ഡി നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത്. ഇ ഡി ആസ്ഥാനത്തിലേക്ക് മുന്നിൽ നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇ ഡി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയാണ്. 34 സംഘപരിവാർ സംഘടന, അതിൽ 35-ാമത്തതാണ് ഇ ഡി എന്ന് പറയുന്നത്. കൊടകര കുഴൽപ്പണക്കേസിൽ കണ്ടത് അത് തന്നെയാണ്, കൃത്യമായ വെള്ളപൂശൽ. എന്തൊക്കെയാണ് ഇന്ന് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? ഒപ്പം തന്നെ വിജയരാഘവൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ. സിജു, പ്രധാനമായും കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെയാണ് ഇന്ന് ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതിൽ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇ ഡിക്കെതിരെ അതായത് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിജയരാഘവൻ ഉയർത്തിക്കാട്ടിയതും. പ്രധാനമായും ഈ ഇ ഡി ഒരു സംഘപരിവാർ സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് തെളിവാണ് ഈ കൊടകര കുഴൽപ്പണ കേസിലെ ഈ BJP നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി. മാത്രമല്ല, കർണാടകയിൽ നിന്നും വലിയ തോതിൽ ഇത്തരത്തിൽ പണം കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് BJP-യും കോൺഗ്രസുമാണ് എന്ന് വിജയരാഘവൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ എല്ലാ തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ മൊഴികളടക്കമുണ്ട്. തരൂർ സതീഷിൻ്റെ മൊഴിയുണ്ട്. മാത്രമല്ല, ഈ പണം എത്തിയതിൻ്റെ തെളിവുകളുണ്ട്. ആർക്കൊക്കെ ഇത് കൈമാറി ഈ നേതാക്കൾ കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കൃത്യമായ ചാർജ് ഷീറ്റ് അടക്കം ഇതിലുണ്ട്. ഇതെല്ലാം തന്നെ ഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കപ്പെടുന്നതും. ഇതിനെതിരെ തന്നെയാണ് ഇന്ന് ഇ ഡി ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതുകൂടാതെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് CPM ഒരുങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എന്തായാലും കൃത്യമായി ഇതിന് പിന്നിൽ BJP-യെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് ഇ ഡി സ്വീകരിച്ചതെന്നത് വ്യക്തമാണ്. മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്തരത്തിൽ ഇ ഡിയെ ഉപയോഗിക്കുകയാണ് എന്നും ഈ എ വിജയരാഘവൻ പറയുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി ഈ BJP-യെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്ന, രാഷ്ട്രീയപ്രേരിതമായ നിലപാട് സ്വീകരിക്കുന്ന ഇ ഡിക്കെതിരെയാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ അർച്ചനയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇ ഡിയുടെ പക്ഷപാതപരമായ നിലപാടുകൾ, BJP നേതാക്കളെ വെള്ളപൂശുന്ന നിലപാടുകൾക്കെതിരെ ഇ ഡിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറി. ഇ ഡി ആസ്ഥാനത്തിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു.